ഇങ്ങനെ ഒരു പരുവത്തിൽ കോലായിട്ട് കിടന്ന ഒരു ഹെയറിനെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ റുട്ടീൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഫസ്റ്റ് തന്നെ ഹാവൽസിൻ്റെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഹീറ്റ് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. എൻ്റെ ഹെയർ അത്യാവശ്യം കേർലി ഹെയർ ആണ്. ഞാനൊരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഒരു 4-5 മാസത്തിന് ശേഷമുള്ള എൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേയും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാവേ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം നമ്മൾ ഹെയറിൽ ഓയിലൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ചെയ്യണതിന് മുന്നേ തന്നെ നന്നായിട്ട് ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുക, നല്ല ഡ്രൈ ആയിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത്യാവശ്യം ഒരു ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓയിൽ ഇട്ട് കഴിഞ്ഞാലും നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. പലരുടെയും ഇതിൻ്റെ എന്താ പറയുക, ഹെയർ ബ്രഷിൻ്റെ റിവ്യൂസൊക്കെ കാണുമ്പം സെറ്റല്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റീസൺ ഒന്നിൽ ഹെയറിൻ്റെ ഇഷ്യൂ ആയിരിക്കും, ഇതുപോലെ ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ഇതെനിക്ക് ഒരു 1-2 എന്താ പറയുക തവണ കോംബ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവും. ഞാനിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹെയർ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാറില്ല. മാക്സിമം ഒരു 8 to 9 മന്തൊക്കെ ഒരു ഗ്യാപ്പ് കൊടുക്കാറുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് വേണ്ടത് ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു സ്ട്രെയിറ്റ്നറും കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ ചെയ്യുന്ന സെക്കൻഡ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഹെയർ ഇങ്ങനെ വടി പോലെ കിടക്കണ്ട, കുറച്ചൊരു ബൗൺസി ആയിട്ട്. എനിക്ക് ഭയങ്കര അങ്ങോട്ട് കേർലി ആക്കി ഇടുന്നതും ഭയങ്കര റോൾ ചെയ്തിടുന്നതും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒരു ചെറിയൊരു എന്താ പറയുക, എൻഡിൽ മാത്രം ഒരു ട്വിസ്റ്റ് ചെയ്തിടുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫിലിപ്സിൻ്റെ സ്ട്രെയിറ്റ്നറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാനൊരു ഏകദേശം 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. അടിപൊളി സ്ട്രെയിറ്റ്നറാണ്. നിങ്ങൾ സ്ട്രെയിറ്റ്നർ മേടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് മേടിക്കുക. അതാകുമ്പോൾ കുറേ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, നല്ല യൂസ്ഫുള്ളുമാണ്. ഞാനും ഇതിൽ ഭയങ്കര പ്രോയൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഫുൾ ഫ്ലോപ്പായിരുന്നു. എനിക്കൊരു കുന്തം അറിയത്തില്ലായിരുന്നു. പയ്യെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ എൻ്റേതായിട്ടുള്ള രീതിക്ക് ഞാൻ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ആ ട്വിസ്റ്റ് ചെയ്തിട്ടതും ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ ട്വിസ്റ്റ് ചെയ്തിടുന്നതാണ് കേട്ടോ ഇഷ്ടം. വേണമെങ്കിൽ നമുക്ക് റോൾ ചെയ്ത് ഇടാം. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, എൻ്റെ കയ്യിൽ റോളറൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ്നർ പോലെ തന്നെ റോളർ ഉണ്ടെങ്കിൽ നമുക്ക് റോൾ ചെയ്ത് ഇടാൻ പറ്റും. എനിക്കതിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐറ്റം മേടിക്കാണ്ടിരുന്നത്. ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കും. അപ്പം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണോ നിങ്ങൾ ചെയ്യുന്ന രീതി എന്നൊന്നും എനിക്കറിയത്തില്ല. പലരും പല രീതിയിൽ അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ചെയ്യുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ ചെറിയ ഹെയറൊക്കെ ഞാൻ എന്താ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. അത് മാത്രമാണ് എൻ്റെ ഒരു റുട്ടീനിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി ഏറ്റവും ടോപ്പിൽ വരുന്ന ബേബി ഹെയർസ്, അത് മാറ്റാനായിട്ട് ഞാൻ ഈ ഒരു റെനയുടെ ഒരു ഫിക്സിങ് ജെല്ലുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിട്ടാണ്. ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അതൊന്ന് അപ്ലൈ ചെയ്യുക, നമ്മുടെ ബേബി ഹെയർസ് എല്ലാം സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ എൻ്റെ റുട്ടീൻ. അപ്പോൾ ഈ ഒരു സിമ്പിൾ റുട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.